വിശദമായ വാർത്തയിലേക്ക്. ഗസയിൽ കൂട്ടക്കൊല തുടർന്ന് ഇസ്രായേൽ. ഗസയിൽ യുദ്ധം പുനരാരംഭിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഖാൻ യൂനിസിൽ ഇന്ന് പകൽ മാത്രം 4 പേരെ ഇസ്രായേൽ കൊലപ്പെടുത്തി. ഇന്നലെ 30 പേരെ ഇസ്രായേൽ വധിച്ചിരുന്നു. യെല്ലോ ലൈൻ നിരന്തരം ലംഘിക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കം ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി. വെടിനിർത്തൽ നിരന്തരം ലംഘിക്കുന്ന ഇസ്രായേലിനെ തടയാൻ നടപടിയെടുക്കണമെന്ന് മധ്യസ്ഥരായ ഈജിപ്ത്, ഖത്തർ, തുർക്കി, US എന്നീ രാജ്യങ്ങളോട് ഹമാസ് ആവശ്യപ്പെട്ടു. MCA നാസർ ചേരുന്നുണ്ട്. നാസർ, കൂട്ടക്കുരുതി ഇസ്രായേൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്ര പേരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം കൊല്ലപ്പെട്ടിരിക്കുന്നത്? എന്താണ് ഗസയിലെ ഇപ്പോഴത്തെ അവസ്ഥ? തന്നെ ഒരുപക്ഷെ ഇന്നിപ്പോൾ 40-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് വെടിനിർത്തൽ. ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണമാണ് ഇന്നലെയും ഇന്നുമായിട്ട് ഇസ്രായേൽ ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 34 പേരാണ് ഇപ്പോൾ പിന്നിട്ട് 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ 4 പേർ വൈകിട്ട് മാത്രം നടന്ന ആക്രമണത്തിൽ ഖാൻ യൂനിസിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും അവസാനം പുറത്തുവരുന്നത്. അതോടൊപ്പം തന്നെ റഫ, ഗസ സിറ്റി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ലെബനാനിലെ പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിൽ 14 പേരും കൊല്ലപ്പെട്ടിരുന്നു. ഇന്നും ലെബനാന് നേരെ 3 തവണ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പം വളരെ ആസൂത്രിതമായി തന്നെ ഈ ആക്രമണ പരമ്പരകൾ തുടരുക. വെടിനിർത്തൽ നിലവിൽ വന്നപ്പോൾ ഒക്ടോബർ 10 മുതൽ ഇന്നിപ്പോൾ 40 ദിവസത്തിൽ എത്തി നിൽക്കുന്ന 400-ലധികം തവണയാണ് ഈ വെടിനിർത്തൽ വളരെ ആസൂത്രിതമായി തന്നെ ലംഘിക്കാനുള്ള നീക്കങ്ങൾ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് തികച്ചും ഒരു അശാന്തി നിറഞ്ഞൊരു അന്തരീക്ഷം തന്നെ ഗസയിൽ തുടരണം. അങ്ങനെ അവിടെ ജീവിക്കാൻ കൊള്ളാത്ത ഒരു സ്ഥലമാണ് എന്ന് നിരന്തരമായിട്ട് ഫലസ്തീൻ ജനതയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഭാവിയിൽ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് ഈ ഫലസ്തീൻ ജനതയെ പുറന്തള്ളാനുള്ള ഒരു നീക്കത്തിലേക്ക് അന്തർദേശീയ സമൂഹത്തെ കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിൻ്റെ കൂടി ഭാഗമായിരിക്കാം ഈ ആക്രമണ പരമ്പരകൾ ഈ വെടിനിർത്തലിൻ്റെ ഒരു അവസ്ഥയിൽ പോലും ഇത്രയും ശക്തമായിട്ട് തുടരുന്നത്. ഇതിലേറ്റവും വൈരുദ്ധ്യമായിട്ട് നിലനിൽക്കുന്നത് ഇത്തരമൊരു വെടിനിർത്തൽ കരാറിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന അമേരിക്കൻ നേതൃത്വം ഈ തികഞ്ഞ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല. നിരവധി തവണ അമേരിക്കൻ നേതൃത്വം ഇസ്രായേലിൽ എത്തുകയും നെതന്യാഹു ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അത്തരമൊരു ഘട്ടത്തിൽ പോലും ഈ വെടിനിർത്തൽ ലംഘനങ്ങളെ വിമർശിക്കാനോ അതിൽ നിന്ന് പിന്തിരിയാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കാനോ ഉള്ള ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ യെല്ലോ ലൈൻ എന്ന ആ ഒരു നിർണയിക്കപ്പെട്ട ആ ഒരു പശ്ചാത്തലത്തിൻ്റെ പിറകിലേക്ക് ഇസ്രായേൽ സൈന്യം മാറിയിട്ടുണ്ട്. പക്ഷേ ഈ യെല്ലോ ലൈനും കടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ഫലസ്തീനികളാണ്, നിരപരാധികളായിട്ടുള്ള ഫലസ്തീനികളാണ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ അവസ്ഥ ഇനിയും തുടരുകയാണെങ്കിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ വെടിനിർത്തൽ ഫലശൂന്യമായി മാറുമെന്ന ഒരു മുന്നറിയിപ്പാണ് ഇന്നിപ്പോൾ ഹമാസ് നൽകിയിരിക്കുന്നത്. മധ്യസ്ഥ രാജ്യങ്ങളോട് അതിശക്തമായിട്ടുള്ളൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ നടത്തണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഹമാസ് നൽകിയിട്ടുണ്ട്. അതല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വെടിനിർത്തൽ കൂടുതൽ പ്രഹസനമായിട്ട് മാറും. അത് തികഞ്ഞ അരക്ഷിതാവസ്ഥയിലേക്ക് തന്നെ ഗസയിലെ സ്ഥിതിഗതികൾ എത്തിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഫലസ്തീൻ കൂട്ടായ്മകളും പോരാളി സംഘടനകളും ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങൾക്കും അമേരിക്കക്കും നൽകിയിരിക്കുന്നത്. ധന്യ. മാത്രമല്ല ഇസ്രായേലിന്റെ ലക്ഷ്യം അത് നമുക്കറിയാം. അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ അതിന്റെ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ കരാറുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ ചർച്ചകൾ നടന്നപ്പോൾ തന്നെ മനസ്സിലാക്കിയതാണ് ഈ പദ്ധതിയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഹമാസിനെ സംബന്ധിച്ച് അതിലൊരു ആശങ്കയുണ്ടാകും. ലോകരാജ്യങ്ങളുടെ ഇടപെടൽ, ഇതിപ്പോൾ ഇത്ര ദിവസമായി ഈ കരാർ ലംഘനം ഉണ്ടായിട്ട് പോലും ഏത് തരത്തിലാണ് ഇടപെടൽ ഉണ്ടായത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ ആശങ്കകളാണ് ഹമാസ് ഇതിൽ പങ്കുവച്ചിരിക്കുന്നത്? മാത്രമല്ല ഈ കാണുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. മധ്യസ്ഥ രാജ്യങ്ങളുടെ പോലും ഇടപെടലില്ലാത്തതിന്റെ കാരണം എന്തായിട്ടാണ് മനസ്സിലാക്കുന്നത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറും ഈജിപ്തും തുർക്കിയും അമേരിക്കയുമായിട്ട് നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. കാരണം ഈ നിലവിലുള്ള ഈ അവസ്ഥ വളരെ ആപൽക്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ പശ്ചിമേഷ്യയെ ഗസയെ മാത്രമല്ല എത്തിക്കും. അതുകൊണ്ട് ശക്തമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാകണമെന്ന് ട്രംപ് ഉൾപ്പെടെയുള്ളവരെ മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ളൊരു പ്രതികരണം ഉണ്ടാകുന്നില്ല. അതുമാത്രമല്ല നേരത്തെ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്ന 20 ദിന പദ്ധതിയുമായി തന്നെ മുന്നോട്ട് പോകണം.
കൊടുക്കണം. അങ്ങനെ ഈ വെടിനിർത്തൽ എന്നത് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇസ്രായേൽ പിന്മാറുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തുക എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പോൾ അമേരിക്കൻ നേതൃത്വം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നിതാന്തമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ഈ ആക്രമണ പരമ്പരകൾ തുടരുക ഒരു ഭാഗത്ത്, അതോടൊപ്പം തന്നെ നേരത്തെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ട് പറഞ്ഞിരുന്ന പല കാര്യങ്ങളും, പ്രത്യേകിച്ച് കൂടുതൽ ട്രക്കുകൾ അനുവദിക്കുക, കൂടുതൽ സഹായ വസ്തുക്കൾ നൽകുക, താൽക്കാലിക വസതികൾ നിർമ്മിക്കാനുള്ള സംവിധാനം ഒരുക്കുക, പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രക്രിയ വളരെ ത്വരിതഗതിയിലാക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നതുൾപ്പെടെയുള്ള ആ വ്യവസ്ഥകളൊക്കെയും നഗ്നമായി തന്നെ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ ഒക്ടോബർ 10 മുതൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂണിസെഫിന്റെ ഏറ്റവും അവസാനത്തെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് അവിടുത്തെയുള്ള മാലിന്യ സംസ്കരണത്തിനുള്ള ഒരു സംവിധാനവും ഈ 40 ദിവസമായിട്ടും നടപ്പായിട്ടില്ല. അത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ വലിയ തോതിൽ തന്നെ അവരുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യം രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മാലിന്യ സംസ്കരണം നടക്കേണ്ടതുണ്ട്. അതിന് യന്ത്രങ്ങളും സൗകര്യങ്ങളും ആവശ്യമാണ്. പക്ഷേ അത് വിട്ടു നൽകാൻ ഇസ്രായേൽ നേതൃത്വം ഇനിയും തയ്യാറായിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 600 ട്രക്കുകൾ നിത്യവും അയക്കേണ്ടതിന് പകരം ഇപ്പോൾ പോലും 100-ൽ കുറഞ്ഞ ട്രക്കുകൾ മാത്രമാണ് ഇസ്രായേൽ ഗസയിലേക്ക് കടത്തിവിടുന്നത്. റഫ അതിർത്തി തുറക്കുമെന്ന് വെടിനിർത്തൽ കരാറിൽ പറഞ്ഞിരുന്നു. അക്കാര്യത്തിലും ഒരു തീരുമാനവും ഇനിയും കൈക്കൊണ്ടിട്ടില്ല. അത് ഒരു ഭാഗത്ത് തുടരുമ്പോൾ തന്നെയാണ് ഈ ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് നേരെ ലബനാനിലും മറ്റും ആക്രമണം തുടരാൻ കൂടി തീരുമാനിച്ചതിലൂടെ ഇസ്രായേൽ കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് നേരത്തെ 2 കൊല്ലമായിട്ട് അവർ തുടർന്നുകൊണ്ടിരുന്ന ആ വംശഹത്യ അതിൻ്റെ കൂടുതൽ ആപൽക്കരമായിട്ടുള്ള കൂടുതൽ വികസിച്ച രീതിയിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ഇസ്രായേൽ നേതൃത്വം, സൈനിക രാഷ്ട്രീയ നേതൃത്വം തയ്യാറെടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനെ തടയിടണമെങ്കിൽ അമേരിക്ക തന്നെ തീരുമാനിക്കേണ്ടതുണ്ട്. പക്ഷേ മധ്യസ്ഥ രാജ്യങ്ങൾ ആ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും മറ്റും നൽകിയിരിക്കുന്നത്. പക്ഷേ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു നീക്കം ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ കൂടുതൽ ആപൽക്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കായിരിക്കും ഗസയെ കൊണ്ടുചെന്നെത്തിക്കുക എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ ഈ